അങ്ങനെ അവിടെ നടക്കുമ്പോഴാണ് ബാബു, ഞാൻ എറണാകുളത്ത് കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നപ്പോൾ ഫസ്റ്റ് ഫാമിൽ വച്ചിട്ട് SRV ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിൽ തന്നെ കൂടെ പഠിച്ചിരുന്ന ചെമ്മീൻ സിനിമ എടുത്ത ബാബു എന്ന് പറയുന്ന ആൾ എന്നെ കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം. പെട്ടെന്ന് ഞാൻ ബാബുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹവും വന്ന് അടുത്തിരുന്നു. ഞാൻ എവിടെ നിന്നാണ്, എന്താണ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണോ? അപ്പോൾ ഞാൻ പറയാം ആന്ന് പറഞ്ഞു. അങ്ങനെ കൂടുതൽ ഇങ്ങനെ പരിചയപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ എവിടെയായിരുന്നു പഠിച്ചിരുന്നതൊക്കെ ഞാൻ പറഞ്ഞു, ഞാനിവിടെ എറണാകുളത്തുണ്ടായിരുന്ന കുറേ നാൾ SRV ഹൈസ്കൂളിലെ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കുറേ നേരം എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നു. അന്ന് എവിടെ താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഗ്രാൻഡ് ഹോട്ടൽ ഇട്ടിരിക്കുന്നിടത്ത് പണ്ട് കൊക്കാപ്പള്ളി വീടെന്നാണ് ആ വീടിൻ്റെ പേര്, ആ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഓർക്കുന്നു ഒരു ശ്രീകുമാർ, അന്നേ കലയിലൊക്കെ വലിയ താല്പര്യം കാണിച്ചുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നില്ലേ നിങ്ങൾ, അഭിനയത്തിലും പ്രസംഗ മത്സരത്തിലും ഒക്കെ ആയിരുന്ന ആളല്ലേ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ശ്രീകുമാറാണ്. ഇദ്ദേഹം എന്താണെന്ന് എനിക്കറിയില്ല, എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കണ്ട, ബാ എൻ്റെ കൂടെ വാ, ഞാൻ കവിതാ തിയേറ്റർ കെട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്, ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, നമുക്കതുമൊക്കെ ആയിട്ട് സഹകരിച്ച് എറണാകുളത്തൊരു നാടകം നടത്തണം. നിങ്ങൾ തിരുവനന്തപുരത്ത്, അപ്പോൾ ഇതിനിടയ്ക്ക് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പ്രേതഭൂമി നാടകം നടത്തിയത്, അവിടുത്തെ നാടകം ഒക്കെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു നാടകം എഴുതുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് താമസ സൗകര്യവും കാര്യങ്ങളും എല്ലാം ഒരുക്കി തന്നു. അവിടെ ഇരുന്ന് ഞാൻ എഴുതിയ നാടകമാണ് യാത്ര. ഇന്ന് ഏറ്റവും പ്രസിദ്ധനായ ഗുരുതുല്യനായ MK അർജുനൻ മാഷാണ് അന്ന് ആ നാടകത്തിന് സംഗീതം ചെയ്തത്. എറണാകുളത്ത് ഒരുപാട് അന്നത്തെ കാലത്ത് പിൽക്കാലത്ത് പ്രൊഫഷണൽ നാടക ട്രൂപ്പിലും സിനിമയിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പള്ളുരുത്തി പ്രദേശത്തൊക്കെ. അവരെല്ലാവരും ഇതിനകത്ത് സഹകരിക്കുകയും ഞങ്ങൾ TDM ഹാളിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. അത് അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ VT നന്ദകുമാറുമായി ബന്ധപ്പെടുകയും VT നന്ദകുമാറിൻ്റെ യാത്ര എന്ന് പറയുന്ന വീക്കിലിയിൽ സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തത്. അവിടെ ഇരിക്കുമ്പോഴത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിരുന്നാൽ, പത്മരാജൻ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്ന നോവൽ ആ യാത്രയിലാണ്. മുഖങ്ങൾ എന്നാണ് ആ നോവലിൻ്റെ പേര്. അതിൻ്റെ കഥ ഞാനിവിടെ പറയുന്നില്ല, മുഖങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. അത് VT നന്ദകുമാറാണ് ആദ്യമായി യാത്രയിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ സബ് എഡിറ്ററായിരുന്നു ഞാൻ. അവിടെ വച്ച് ജീവിതത്തിൻ്റെ വേറൊരു മുഖമാണ്. എന്താണെന്ന് വെച്ചാൽ, ആഹാരം കിട്ടത്തില്ല, ശമ്പളം കിട്ടത്തില്ല, വേണമെങ്കിൽ നമുക്ക് നല്ലൊരു മദ്യപാനിയാവാനുള്ള സാധ്യതകളുണ്ട്. അന്നാണെങ്കിൽ നമുക്കിതിനൊന്നും യാതൊരു താല്പര്യമില്ലാത്ത സമയവും. ആ കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ കിടന്ന് ആകെപ്പാടെ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തിരുമേനി പിക്ചേഴ്സിലെ PR ആയിരുന്ന പത്മനാഭൻ കല്ലിലിപ്പാട് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹം ക്രമേണ യാത്ര എന്ന് പറയുന്ന വീക്കിലിയുടെ ഉടമസ്ഥനായി മാറി. ആ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമില്ലേ, ഞാനൊരു അവസരം ഒരുക്കി തരാം, ഈ വീക്കിലിയുടെ മദ്രാസ് കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കാം എന്ന് പറയണം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് അയക്കുകയാണ്, പോകാൻ തയ്യാറെടുക്കുകയാണ്. ഏതാണ്ട് 1966 ഈ സംഭവങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് തന്നെ എറണാകുളത്തുനിന്ന് ചിത്രപൗർണമി എന്ന് പറഞ്ഞ ഒരു സിനിമ വീക്കിലി ഉണ്ടായിരുന്നു. അതിൻ്റെ പത്രാധിപർ ഈ വിവരം അറിഞ്ഞിട്ട്, കലയിൽ പത്മനാഭ നമ്പൂതിരിയുമായിട്ടുള്ള ബന്ധത്തിൽ അറിഞ്ഞിട്ട് എന്നോട് അതിൻ്റെ ഈ മദ്രാസിൽ നിന്നുള്ള ഒരു കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് ചുമതല തന്നു. അങ്ങനെ ഈ 2 വീക്കിലികളുടെ ഒരു പിൻബലത്താലാണ് 1966 ഞാൻ അവിടെ നിന്ന് വണ്ടി കയറി മദ്രാസിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ ഈ FICTയിൽ പിള്ളസാറിനെ കണ്ട് അപേക്ഷയും സമർപ്പിച്ചിട്ട് തിരിച്ചൊരു 3-4 മാസം കഴിയുമ്പോഴാണ് FICTയിൽ നിന്ന് പബ്ലിസിറ്റി വിങ്ങിൽ പബ്ലിസിറ്റി അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന ഒരു അവസരത്തിൽ അവിടെ FICT ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബാബുവുമായിട്ടുള്ള തിരിച്ചുള്ള ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നതും അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതും. വന്നു കഴിഞ്ഞ് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ 1966 തന്നെ
മദ്രാസിലേക്ക് വണ്ടി കയറി. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടിലുണ്ടായ ഒരു പുകച്ചിലിന് കാര്യത്തിന് മറ്റൊരു കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അന്നത്തെ കാലത്ത് എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലി സമ്പാദിപ്പിച്ച് ജീവിക്കുന്നതാണ് നാട്ടിലെ ഏറ്റവും വലിയ വീട്ടുകാരുടെ ആഗ്രഹവും നാട്ടിലെ ഒരു മര്യാദയായിട്ടുള്ള പോക്കുമൊക്കെ. ഞാൻ മദ്രാസിലേക്ക് സിനിമാ രംഗത്തേക്ക് എടുത്തു വെച്ച് ചാടിയിരിക്കുന്നു യാതൊരു പിൻബലവുമില്ലാതെ എന്ന് പറയുന്നത് വീട്ടിൽ കുറച്ചൊന്നുമല്ല അസ്വസ്ഥതയുണ്ടാക്കിയത്. അവരെ ആരെയും അറിയിച്ചിട്ടുമില്ല. ആ രീതിയിൽ 66-ൽ ഞാൻ മദിരാശിയിലേക്ക് വണ്ടി കയറി വരികയാണ് എറണാകുളത്തുനിന്ന്. അവിടെ വന്ന് സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് യാതൊരു വിവരവുമില്ല. ഈ മദ്രാസിനെ പറ്റി എങ്ങനെയാണ് ഇതൊന്നും യാതൊരു വിവരവുമില്ല. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു ഓട്ടോറിക്ഷക്കാരനെ കണ്ട് കാര്യം ചോദിച്ചിട്ട് സ്വാമീസ് ലോഡ്ജ് എന്നുള്ള കാര്യം കേട്ടിട്ടുള്ള കഥയാണ്. അങ്ങനെ സ്വാമീസ് ലോഡ്ജിലേക്കെന്ന് പറഞ്ഞ് ഞാൻ 66-ൽ അവിടെ വന്ന് വീഴുകയാണ്. സ്വാമീസ് ലോഡ്ജിൽ വന്ന് റൂമെടുത്ത് താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ താമസിക്കുന്നത് SP പിള്ള സാറും സത്യൻ മാഷും ഒക്കെ അവിടെ താമസിക്കുകയാണ്. അവർ തമ്മിൽ ചീട്ടുകളിയെ കൊണ്ട് 21-ാം നമ്പർ റൂമിലാണ് അവരിരുന്ന് ചീട്ട് കളിക്കുന്നത്. ഞാനിപ്പോൾ ഇവരെ കണ്ടാൽ ഉടൻ തന്നെ എനിക്ക് സിനിമയിൽ എല്ലാ കാര്യവും ഉടനെ ശരിപ്പെടുത്തി തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി, അന്നത്തെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയാണല്ലോ, ഞാൻ ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സാറിനെ കാണുകയാണ്, ഞാൻ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന സത്യം മാഷ് പെട്ടെന്ന് ഇങ്ങനെ നിർത്തിയിട്ട് എന്നെ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് വെളുത്ത് കൊല്ലുന്നതിനെയുള്ളൊരു പയ്യൻ, ഏതോ ഒരു നല്ല വീട്ടിൽ നിന്ന് വന്നാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ എന്നോട് ചോദിച്ചു, തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി കയ്യിലുണ്ടോ? നാളെ തന്നെ ഇവിടെ പോയിക്കൊള്ളണം, ഇവിടെ നിന്ന് കറങ്ങരുതെന്ന് പറഞ്ഞു. അവിടെ തന്നെ SP പിള്ള സാറ് എന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വണ്ടിക്കൂലിയൊക്കെ കാണും, വണ്ടിക്കൂലിയായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിപ്പം മദ്രാസ് കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ മദ്രാസ് കാണിച്ച് നമുക്കങ്ങ് കയറ്റി അങ്ങ് വിട്ടേക്കാം എന്ന് പറഞ്ഞ് എന്തോ ഒരു തമാശ പറഞ്ഞു. പക്ഷേ ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് എല്ലാം മൂളിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. പിറ്റേ ദിവസം മുതൽ ഇവർ ഏത് സ്റ്റുഡിയോയിൽ നോക്കിയാലും എന്നെ കാണാം, അതിൻ്റെ നടയിലോ അതിനകത്തോ എന്നെ കാണാം. അങ്ങനെ ഞാൻ തിരിച്ചു പോണവനല്ല എന്ന് മനസ്സിലാക്കി. അവിടെ താമസിക്കുമ്പോഴാണ് എൻ്റെ കൂടെ തിരുവനന്തപുരത്ത് നാടകങ്ങളിൽ പങ്കെടുത്ത് നാടകവേദിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രസിദ്ധ സംഗീത സംവിധായകനായ നമ്മുടെ ഇദ്ദേഹം കുളത്തുപുഴ രവി എന്നറിയുന്ന പിൽക്കാലത്തിലെ രവീന്ദ്രൻ മ്യൂസിക് ആയിട്ടുള്ള അദ്ദേഹം സാമ ലാഡ്ജിലുണ്ട് എന്നുള്ള വിവരം കിട്ടുകയും ഞാൻ നേരെ സാമ ലാഡ്ജിലേക്ക് പോവുകയും അവിടെ ഒരു മുറിയെടുത്തിട്ട് ഞാനും രവീന്ദ്രനും കൂടെ ഒന്നിച്ചുള്ള ജീവിതം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ശരിക്കും മദ്രാസിലുള്ള ഒരു ജീവിതം ആരംഭിച്ച് കിട്ടുന്നത് സാമ ലാഡ്ജിൽ നിന്നാണ്. അന്ന് അവിടെ ഞങ്ങളുടെ അടുത്തുള്ള സഹമുറിയന്മാരാണ് പ്രസിദ്ധ പിന്നണി ഗായകനായ ജയചന്ദ്രൻ, പിന്നെ ആർട്സ് കോളേജിൽ മദ്രാസ് ആർട്സ് കോളേജിലെ ഒരു പ്രൊഫസറായ മുരളി, പിന്നെ വേറൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഗോപി, ഇങ്ങനെ ഒത്തിരി പേര് അവിടെ ഇങ്ങനെ താമസിക്കുന്നുണ്ട് മലയാളികളായിട്ടുള്ള. അവരുമൊക്കെ ആയിട്ട് പരിചയപ്പെടുകയും അവരുടെ ബന്ധത്തിൽ നിന്ന് ഇപ്പം ജയചന്ദ്രൻ്റെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റുഡിയോയിൽ പോകും. അങ്ങനെ ഓരോ പ്രൊഡ്യൂസർമാരെ കാണാൻ നടക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്ത് മദ്രാസിൽ നിന്ന് ഞങ്ങൾ ജീവിതം ആരംഭിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടി. ആ കാലഘട്ടത്തിൽ സ്വാമീസ് ലോഡ്ജ് ബേസ് ചെയ്താണ് സത്യൻ മാഷ്, ജോസ് പ്രകാശ്, SP പിള്ള സാറ് തുടങ്ങിയിട്ട് ഒത്തിരി ആൾക്കാർ താമസിച്ചിരുന്നത്. നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് കണ്ടിരുന്ന ഒരു സിനിമാക്കാരുടെ ജീവിതത്തിനുള്ള ഒരു ആർഭാടകരമായ ഹോട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണ ലോഡ്ജ് പോലുള്ള ഒരു വലിയ ഇതൊന്നുമല്ലാതെ സുഖമായിട്ട് താമസിക്കാൻ കഴിയുന്ന വീട്ടിൻ്റെയൊക്കെ അവസ്ഥയുള്ള ഒരു മുറി, ആ മുറികളിലാണ് ഇവരെല്ലാം താമസിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് കാണുമ്പോൾ ഇവരാരും സിനിമാ നടന്മാരാണെന്നുള്ളൊരു ഭാവം എനിക്ക് തോന്നിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സാമ ലോഡ്ജിലേക്ക് വരുമ്പോഴും അവിടെ കാണുമ്പോഴത്തേക്ക് ജയചന്ദ്രനൊക്കെ വളരെ സാധാരണപ്പെട്ട സുഹൃത്തുക്കൾ വന്ന് കോളേജ് ഹോസ്റ്റലിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് താമസിക്കാൻ ചെന്നാലുണ്ടാവുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽപ്പെട്ടവരെ പോലെയാണ് എന്നെ കൂടെ പെരുമാറിയിരുന്നത്. ആ ഒരു ഉദാഹരണത്തിന് ഞാൻ അവിടെ ചെന്ന് പരിചയപ്പെട്ട് എന്നെ കാണാനായിട്ട് ആദ്യം ചെന്നൊരു ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ജയചന്ദ്രൻ എന്നെ കാണാൻ എൻ്റെ മുറിയിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാനും റിവ്യൂ ഉണ്ട് വന്ന് എൻ്റെ ബെഡിൽ കയറി പുള്ളിയൊക്കെ കിടന്നിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി അന്ന് പാടിയ
അന്ന് രാവിലെ പാടിയിട്ട് വന്ന ഒരു പാട്ട്, അത് അടിമകളിലെ ഒരു പാട്ടാണ്. ഇന്ദുമുഖി എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അത് അദ്ദേഹം എന്നെ പാടി കേൾപ്പിച്ചു അവിടെ വെച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയ പിന്നണി ഗായകൻ എൻ്റെ മുറിയിൽ വന്ന് ആദ്യമായിട്ട് പരിചയപ്പെട്ടിട്ട് അത്ര ലാളിത്യമായിരുന്ന സ്വഭാവത്തോടു കൂടിയാണ് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. പിറ്റേ ദിവസം മുതൽ ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ള രസകരമായ അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ രാജകുമാരി തിയേറ്ററിൽ പിന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ സിനിമ കാണാൻ പോകുന്ന കൂട്ടത്തിൽ ഞാനും ജയചന്ദ്രനൊക്കെ പോയപ്പോൾ ജയചന്ദ്രൻ എന്നോട് പറഞ്ഞു, ടി നഗറിലെ രാജകുമാരി തിയേറ്ററിൻ്റെ നേരെ എതിരെയാണ് ഗുഡ് ലക്ക് ലോഡ്ജ്, കുറച്ചങ്ങോട്ട് മാറിയിട്ട് ജംഗ്ഷനിൽ. അപ്പോൾ അവിടെയാണ് KP ഉമർ താമസിക്കുന്നത്. നമുക്ക് കാണാൻ പോകാമോ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം, KP ഉമറിനെ കാണാമല്ലോ. ആ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ ആ ഗുഡ് ലക്ക് ലോഡ്ജിൽ ചെല്ലുകയാണ്. ഗുഡ് ലക്ക് ലോഡ്ജിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഉമ്മർ സാറ് വളരെ എന്തോ ഒരു പ്രവൃത്തി ഇങ്ങനെ അങ്ങോട്ട് അഭിമുഖം അല്ലാത്ത വിധത്തിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ചെയ്യുകയാണ്. ഞങ്ങൾ ചെന്ന ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് ഇദ്ദേഹം തിരിച്ചു നോക്കിയപ്പം ജയചന്ദ്രൻ, ഇതാര് ജയനോ, വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഇതാരാ എന്നെ പരിചയപ്പെട്ടു. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ രാജകുമാരിയിൽ. അത് ഏത് ഫിലിമാണ് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഗുംറ എന്ന് പറഞ്ഞ ഹിന്ദി ഫിലിമിനെ തമിഴിൽ റീമേക്ക് ചെയ്തതാണ് ഞങ്ങൾ കാണാൻ പോയത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതിൽ ഹിന്ദിയിൽ ആരഭിനയിച്ചു? അത് അശോക് കുമാറാണ്. ആ റോള് തമിഴിൽ ആര് ചെയ്തു? അത് ജമിനി ഗണേശനോടാണ് എന്ന് പറഞ്ഞപ്പോൾ ജയചന്ദ്രൻ്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, അതെനിക്ക് TV പുറത്ത് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ എൻ്റെ ഭാവം പറയാം. ജമിനി ഗണേശനോട് അശോക് കുമാറിൻ്റെ എന്ന് പറഞ്ഞിട്ട് ബാക്കി പറയുന്നില്ല, എന്ന് പറയൂ എന്ന് പറഞ്ഞു. അതിനകത്ത് പാർലമെൻ്ററി അല്ലാത്ത ഒരു വേർഡ് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിച്ചുപോയി. അപ്പോൾ ആ വന്നിരിക്കുന്ന ഒരു പുതിയ അതിഥി ഉള്ളപ്പോൾ പോലും അത്ര സ്വതന്ത്രമായി തമാശകൾ പറയാൻ കഴിയുന്ന ഒരാളായിരുന്നു. പിൽക്കാലത്ത് ഉമ്മുക്കായുമായിട്ട് എൻ്റെ അടുത്ത ബന്ധമെന്ന് പറഞ്ഞാൽ എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരാളായി മാറി. തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു ഷൂട്ടിങ്ങിന് പിൽക്കാലത്ത് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ. അത്ര വല്ല അടുത്ത ബന്ധമായി മാറി. ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും പോയി ഓരോ നടന്മാരെയും എല്ലാവരെയും പരിചയപ്പെടുവാനായിട്ട് നടക്കുകയും സ്റ്റുഡിയോയിലേക്ക് പോവുകയും പിന്നെ രവിയും ഞാനുമായിട്ടുള്ള ബന്ധം തിരുവനന്തപുരത്ത് വെച്ച് ആരംഭിച്ചത് അഗാധമായി മാറുകയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടക്കുകയും ചെയ്തിട്ടുണ്ട് ധാരാളമായിട്ട്. ഒന്നും മാത്രമല്ല, വിശപ്പിൻ്റെ വില ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി സിനിമയിൽ വന്നതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ സിനിമയിൽ വരുന്നവരെന്ന് പറയുന്നത് ഗ്ലാമർ കൊണ്ട് വരെയല്ല, യാതൊരു ഉറച്ച ഒരു തീരുമാനം, ഇതാണ് എൻ്റെ വഴി എന്ന് തീരുമാനിച്ചിട്ട് അങ്ങ് എടുത്ത് ചാടുകയാണ്. ചിലപ്പോൾ പ്രകാശത്തിൽപ്പെട്ട് ഇയലുകളോളം കരിഞ്ഞു പോയിരിക്കാം. എത്രയോ ജീവിതങ്ങൾ അവിടെ കരിഞ്ഞു വീണിട്ടുണ്ട്. അവർക്കാർക്ക് സിനിമയുടെ ഗ്ലാമറല്ല. ഗ്ലാമർ പറയാനായിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ആദ്യമായി 1968 അഭിനയിച്ച കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ റെമ്യൂണറേഷൻ നിങ്ങൾ കേട്ട ഇന്നത്തെ കാര്യമായിട്ട് 50 രൂപയാണ്. ഈ 50 രൂപ കിട്ടാൻ ഞങ്ങൾ 3 മാസം ഈ പ്രൊഡക്ഷൻ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കണം. ഈ റോള് തന്നെ കിട്ടാനായിട്ട്, ഇങ്ങനെ ഒരു അവസരം കിട്ടാനായിട്ട് എന്തെല്ലാം റെക്കമെൻഡേഷനാണ് അവിടെ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ആ രീതിയിലാണ് അവിടെ ചെന്ന് എത്തപ്പെട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ എന്നെക്കാളും മുമ്പേ അവിടെ ശ്രീകുമാരൻ തമ്പി എത്തിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ നാടകങ്ങളിൽ നാട്ടിൽ വെച്ച് പാട്ട് എഴുതിയിട്ടുള്ള ആളാണ്. സഹാറ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഞാനും പട്ടം സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തിയിരുന്ന നാടകത്തിൽ പാട്ടുകൾ എഴുതാൻ വേണ്ടി ഒരു ദിവസം പട്ടം സ്റ്റാൻലി പറഞ്ഞു, ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ട്, അസലായിട്ട് പാട്ടുകൾ എഴുതും, ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, മെറിലാൻഡിലെ സിനിമയിൽ പാട്ട് എഴുതാനുള്ള ഒരു അവസരം ഒരുക്കാനാണ്. അപ്പോൾ സേവിയേഴ്സിലാണ്, ട്രിവാൻഡ്രത്ത് സേവിയേഴ്സിലാണ് വന്നാൽ താമസിക്കുന്നത്, നമുക്ക് രണ്ടു കൂടെ ഒന്ന് കാണാം
നമുക്ക് ഒക്കുമെങ്കിൽ ശ്രീകുമാരൻ തമ്പിയെ കൊണ്ട് പാട്ട് എഴുതിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയെ ആർക്കും അറിയില്ല. അന്ന് അദ്ദേഹം ആകെപ്പാടെ ചെയ്തിരിക്കുന്നത് ജനയുഗം എന്ന് പറയുന്ന വീക്കിലിയിൽ കാക്കത്തമ്പുരാട്ടി എന്നായിട്ടോ പറയുന്ന നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ. അത് മാത്രമാണ് അതിൻ്റെ രചയിതാവെന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ ഈ ശ്രീകുമാരൻ തമ്പിയുടെ പേര് അന്ന് കേട്ടിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ ശ്രീകുമാരൻ തമ്പിയെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയും ഈ സേവിയേഴ്സിൽ ശ്രീകുമാരൻ തമ്പി വരികയും പട്ടൻ സ്റ്റാൻലി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. ആ നാടകം സംവിധാനം ചെയ്തത് ഞാനാണ്. ഈ അടുത്ത കാലത്തും പട്ടൻ സ്റ്റാൻലിയുടെ കയ്യിൽ എൻ്റെ നോട്ടീസ് ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ വച്ച് ഞങ്ങൾ ഈ നാടകത്തിൻ്റെ സിറ്റുവേഷനും കഥയും ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. പറഞ്ഞു കേൾപ്പിക്കുന്ന സമയത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ആ റൂമിലൊന്നിങ്ങനെ പരതി നോക്കിയപ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് ഇടാനായിട്ട് അന്ന് ടെർലിൻ ഷർട്ട് ഇറങ്ങിയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഒരു ടെർലിൻ ഷർട്ട് വാങ്ങി വെച്ചിരുന്നു. അതിൻ്റെ ഇതിലും ബാക്കിൽ വെച്ചിരുന്ന ഒരു ബേസ് ബോർഡ് അദ്ദേഹം എടുത്തിട്ട് പേനയും എടുത്ത് വെച്ചുകൊണ്ടിരുന്നു. കഥ പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ അതിലെ പ്രധാന സിറ്റുവേഷനിലെ പാട്ടായ അദ്ദേഹം എഴുതി കഴിഞ്ഞു. ആ പാട്ടിൻ്റെ വരികൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? മതം പൊട്ടിച്ചിരിക്കുന്നു മാനം, മനം പൊട്ടിക്കരയുന്നു ഭൂമി, ഇടയിൽപ്പെട്ടിരതേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് എൻ്റെ അനുവാദത്തോടു കൂടി തന്നെ സിനിമയിലേക്ക് അദ്ദേഹം കൊടുത്ത ആ പാട്ട് അപസ്വരങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ ചേർത്തിട്ടുള്ള 3 ചിത്രങ്ങളുടെ ഇതായിട്ടുള്ള പടത്തിനകത്ത് കൊടുത്തിട്ടുള്ള ആ പാട്ട് ഞങ്ങളുടെ നാടകത്തിന് എഴുതിയ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി തന്നെ ഞങ്ങളുടെ അനുവാദം എഴുതി വാങ്ങിയിട്ടാണ് സിനിമയിലേക്ക് കൊടുക്കുന്നത്. ചിത്രമേള പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് നടന്ന ഒരു വലിയ യോഗത്തിൽ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. അന്ന് ഞങ്ങളുടെ ബന്ധം പറയുന്ന കൂട്ടത്തിൽ ഈ പാട്ടിൻ്റെ കാര്യം അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പലരും എന്നോട് ചേട്ടാ ഈ ചരിത്രമൊന്നും ആർക്കും അറിയില്ലല്ലോ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഉറ്റ മിത്രങ്ങളായിട്ട് തമ്പി ശ്രീകുമാർ എന്ന് വിളിച്ച് നടന്ന ഒരു ബന്ധത്തിൻ്റെ ആൾ എനിക്ക് മുമ്പ് മദ്രാസിലെത്തി അവിടെ ഏതാണ്ട് വേരുറപ്പിച്ച അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് മദ്രാസിൽ നിൽക്കാനായിട്ട് വേരുറപ്പിക്കാൻ വലിയ പ്രയാസപ്പെടേണ്ടി വന്നില്ല. കാരണം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കയ്യിലിരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുകയും മറ്റുള്ളവർക്ക് ഡിസൈൻ വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ബെൽത്താസാർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനിയിലും ശ്രീകുമാരൻ തമ്പി വർക്ക് ചെയ്തു. അതിൻ്റെ പ്രതിമാസ വരുമാനം അദ്ദേഹത്തിന് മദ്രാസിൽ പിടിച്ചു നിൽക്കാനുണ്ട്. ആ ധൈര്യത്തിൽ തന്നെ അദ്ദേഹം സിനിമാ രംഗത്തും ഇടപെട്ടുകൊണ്ടിരുന്നത് കൊണ്ട് എല്ലാവരെയും അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹമാണ് മദിരാശിയിൽ ചെന്ന എനിക്ക് പ്രൊഡ്യൂസർമാരെയും സംവിധായകന്മാരെയും ഒക്കെ പരിചയപ്പെടുത്തിയെത്തുന്നത്. മാത്രമല്ല എന്നെ ജയമാരുതി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു ടി വാസുദേവൻ നായർ കാലത്ത് സാറിൻ്റെ നേതൃത്വത്തിൽ. ആ കമ്പനിയിൽ സ്ഥിരമാളായിട്ട് എന്നും അവിടെ ചെന്ന് ഇരിക്കാനുള്ള വിധത്തിലൊരു ബന്ധം എനിക്ക് ഉണ്ടാക്കി തന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. അതുമാത്രമല്ല ഒരുപാട് സ്ഥലത്ത് എനിക്ക് മദ്രാസിലെ ഒരു അത്താണിയായിരുന്നു ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയെ പറ്റി പറയുമ്പോൾ ചില കാര്യങ്ങൾ ഉടനെ പറഞ്ഞില്ലെങ്കിൽ മറന്നു പോകും. കാരണം എന്ന് വെച്ചാൽ ശ്രീകുമാരൻ തമ്പി ഞാൻ അറിയുന്ന ശ്രീകുമാരൻ തമ്പി വളരെ കണിശക്കാരനും വളരെ നല്ല അതായത് ജെൻറ്റിൽമാനുമാണ്. അദ്ദേഹം ഒരു കാശിൻ്റെയൊക്കെ കാര്യത്തിലുള്ള കൃത്യത എന്ന് പറയുന്നത് എത്രയോ ജീവിതത്തിൽ പിൽക്കാലത്തിൽ വരെ വരുന്ന അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോരുത്തരും ഇടപെടുന്നതൊക്കെ ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ മറ്റു മനുഷ്യർക്ക് വേദന ഉണ്ടായി പോകുമോ എന്ന് ചിന്തിക്കാതെ തൻ്റെ കാര്യങ്ങൾ അങ്ങ് തുറന്നു പറയും. ഏത് കാര്യവും ഈ പറയുന്ന കൂട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരോ മറ്റുള്ളവരുടെയൊക്കെ കാര്യങ്ങളെ അതിനിശിതമായ വിമർശന വാക്കുകൾ പൊതിയുമ്പോൾ ഉണ്ടായ മറ്റുള്ളവരുടെ വേദനയെപ്പറ്റി അദ്ദേഹം ഗൗനിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കുറവായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ സംസാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ പിശകാണ് അദ്ദേഹത്തിൻ്റെ ശത്രുവായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, സ്കാറ്റേർഡ് മെമ്മറീസ്, ചിതറിയ ഓർമ്മകൾ. അതിനകത്ത് ശ്രീകുമാരൻ തമ്പിയെ പറ്റി പറയുന്നതിൽ ഞാനിത് എഴുതിയിരുന്നു. അതിനെപ്പറ്റി ഒരു ഭയങ്കര രസമുണ്ട്, അതും കൂടെ പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് എഴുതിയിരുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു പ്രൂഫ് എടുത്ത് വെച്ചിരിക്കുകയാണ് ബുക്കിൻ്റെ. പബ്ലിഷേഴ്സ് എൻ്റെ കൊണ്ട് തന്നിട്ട് ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ വന്നു. എന്താ കാര്യം, അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ അമ്മയ്ക്കൊരു താരാട്ടം എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിന് ഡബ് ചെയ്ത് കൊടുക്കണം എന്ന് പറയാനായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു, തമ്പി ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഞാനങ്ങ് വന്ന് ഡബ് ചെയ്ത് തരുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അതിന് ഏറ്റവും നല്ല ഒരാൾ അവതാരിക എഴുതാൻ നിങ്ങളാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം സിനിമാ രംഗത്തെ പറ്റിയുള്ള കുറേ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്കേ കഴിയൂ. എൻ്റെ ഒരു അവതാരിക എഴുതാനായിട്ട് നിങ്ങളാണ് ഏറ്റവും സൂട്ടബിൾ മാൻ. അതുകൊണ്ട് ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അതിനെന്താ, കൊടുത്തയക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇത് കൊടുത്തയച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ ബുക്ക്. അദ്ദേഹം ബുക്ക് വായിച്ചപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റിയുള്ള ചാപ്റ്ററുണ്ട്. ഈ ചാപ്റ്ററിൽ അദ്ദേഹം എന്നെയും 3-4 പ്രാവശ്യം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ ഞാൻ എഴുതിയിരിക്കുകയാണ്. ഈ അനുഭവങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് എഴുതിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ, എനിക്കപ്പോഴൊന്നും ശ്രീകുമാരൻ നമ്പിയുടെ അടുത്ത് ഒരു വെറുപ്പും തോന്നിയിട്ടില്ല. പെട്ടെന്ന് ക്ഷുഭിതനായി ഞാനും വിട്ടുകൊടുക്കാത്ത ഒരാളാണ്. അങ്ങനെയുള്ള സ്വഭാവമുള്ള ഞാൻ ശ്രീകുമാരൻ നമ്പിയുടെ അടുത്ത് ഉടക്കാൻ പോയിട്ടില്ല. കാരണം എനിക്കറിയാം ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകണമെങ്കിലും ഇയാളുടെ മനസ്സ് ശുദ്ധമാണ്, ഇയാൾ നല്ലവനാണ്, സ്നേഹിക്കാൻ അറിയാവുന്നുള്ളവനാണെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി ഇത് വായിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ വേറൊന്നുമില്ല. ഒരിക്കൽ ഞാൻ സീത എന്ന് പറഞ്ഞ പിൽക്കാലത്ത് നിർമ്മാതാവായി മാറിക്കഴിഞ്ഞതിന് ശേഷം സീത എന്ന് പറയുന്ന ഒരു പടമെടുത്തു. ആ പടമെടുത്തിട്ട് ഞാൻ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രീകുമാരൻ നമ്പി കടന്നു വന്നു. എന്നെ കണ്ട് കുശലങ്ങളെല്ലാം പറഞ്ഞ് സീതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയാണ്, എൻ്റെ മാളിക പണിയുന്നവർ എന്ന് പറയുന്ന ആ ഫിലിം അസാധ്യമായ ഒരു ഫിലിമാണ്, റിയലിസ്റ്റിക് ഫിലിമാണ്, അത് ഓടിയില്ല. പിന്നെയാണോ തൻ്റെ ഈ ഉണക്ക സീത? ഇത് പറയുമ്പോൾ സീത എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല, റിലീസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി അങ്ങ് പറയുകയാണ്. എനിക്കറിയാം പുള്ളി ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് സീത ഓടരുതെന്ന് വിചാരിച്ചോ ഓടില്ലാത്ത പടമാണെന്ന് വിചാരിച്ചോ ഒന്നും അല്ല പറഞ്ഞത്. ഞാനങ്ങ് ചിരിച്ചു. ഇതേപോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം മദ്രാസിൽ വെച്ചിട്ട് നമ്മുടെ പ്രസാദ് സ്റ്റുഡിയോയുടെ നടയിൽ വെച്ച് ഇദ്ദേഹം കാറിൽ വരുമ്പോഴത്തേക്ക് എന്നെ കണ്ട് വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഇൻസൾട്ടിങ് സംഭവം ഉണ്ടായി. വേറൊരു പ്രാവശ്യം അദ്ദേഹം തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വരുമ്പോഴത്തേക്ക് താര ഹോട്ടലിൽ താമസിച്ചിരുന്ന ഇന്നത്തെ SUT ഹോസ്പിറ്റൽ, അവിടെ ഷൂട്ടിംഗ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ കലാകൗമുദിയുടെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ വന്നു ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ. അപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു, ഇതാരാണ്? അന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരാളല്ല, ഇതാരാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ശ്രീകുമാരൻ നമ്പി പറയുന്നത്, ഇത് ചാൻസ് നേടി കിടക്കുന്ന ഒരു പയ്യൻ. എന്നെ വല്ലാതെ ഹർട്ട് ചെയ്തത്. ഒന്നിച്ച് നാടകരംഗത്ത് എഴുതി അതിൻ്റെ സംവിധായകനും അതിൻ്റെ ഗാനരചയിതാവൊക്കെ ആയിരുന്ന ആൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാതെ പറയുന്ന ഒരാളാണെങ്കിൽ പോലും ജീനിയസായ ഒരാളും മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല പ്രേമ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളും അതുപോലെ തന്നെ സ്നേഹിക്കാൻ അറിയുന്നവനും ജെൻറ്റിൽമാനുമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള അഭിപ്രായം തന്നെയാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. ഞാനാ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മദ്രാസിൽ അങ്ങനെ താമസിക്കുന്ന ഈ ശ്രീകുമാരൻ നമ്പി എനിക്ക് വളരെ ശക്തമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഓളവും തീരവും എന്ന് പറയുന്ന സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിൻ്റെ കാശില്ല. PA ബക്കറാണ് പ്രൊഡ്യൂസർ. ആ രണ്ടുപേരുടെയിലും കാശില്ല. രവീന്ദ്രനും ഞാനും മദ്രാസിൽ അനുഭവിച്ച വിശപ്പിൻ്റെയും ഞങ്ങളുടെ സ്ട്രഗിളിൻ്റെയും കഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത് ആരോട് പറഞ്ഞാൽ ചിലവാകുമെന്ന് എനിക്കറിയില്ല. അതിനൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു.